ഇവൻ നിന്റെ കൂടെ +2 പഠിച്ചതല്ലേ? ഇവൻ പ്രയാതത്തിനെ കൊഴിപ്പിക്കോ? എന്റെ അമ്മയോ മന്ത്രവാദി നല്ല ഇലക്ട്രീഷ്യനാ. അവൻ കണ്ടറിഞ്ഞൂടെ? അയ്യേ എന്തായേ +2 കഴിഞ്ഞപ്പോ അവന്റെ വീട്ടുകാരി ഉന്തി നള്ളി 4-5 വർഷത്തെ കോഴ്സ് എടുപ്പിച്ചില്ലേ? അതാണ് അവൻ രക്ഷപ്പെട്ടു. ഇതുകൊണ്ടൊക്കെ എന്ത് ശമ്പളം കിട്ടാനാ? ശമ്പളമല്ലമ്മേ, ലാഭം. ഇനി പ്രകാശിക്കട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ. വിക്ടറി ITI ഷൊർണൂർ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഒറ്റപ്പാലം നഗരസഭ ബസ് സ്റ്റാൻഡിൽ ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള കർശന നടപടികൾ നഗരസഭ ഉറപ്പാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചു. ഒറ്റപ്പാലം നഗരസഭ ബസ് സ്റ്റാൻഡിൽ ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള കർശന നടപടികൾ നഗരസഭ ഉറപ്പാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചു. മാസത്തിൽ ഒരു തവണ പോലീസും നഗരസഭ അധികാരികളും ബസ് സ്റ്റാൻഡ് സന്ദർശിച്ച് മുൻപ് നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റെ ഉത്തരവിൽ പറയുന്നു. 2024 മാർച്ച് 30 ബസ് സ്റ്റാൻഡിനുള്ളിൽ അമിത വേഗതയെ തുടർന്ന് സ്വകാര്യ ബസ്സിടിച്ച് അതിഥി തൊഴിലാളി മരിച്ച സംഭവത്തിന് പിന്നാലെ മനുഷ്യാവകാശ കമ്മീഷന് ലഭിച്ച പരാതിയെ തുടർന്നാണ് ഉത്തരവ്. പരാതി ലഭിച്ചതിനു ശേഷം മെയ് 29 പാലക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നടത്തിയ കമ്മീഷന്റെ സിറ്റിംഗിൽ നഗരസഭാ അസിസ്റ്റന്റ് സെക്രട്ടറി ഹാജരായിരുന്നു. നഗരസഭ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നെന്നും ബസ്സുകളുടെ അമിതവേഗം തടയാൻ നടപടി സ്വീകരിച്ചെന്നും കമ്മീഷൻ മുൻപാകെ ബോധിപ്പിച്ചു. റബ്ബർ ഹമ്പുകളും ദിശാ ബോർഡുകളും സ്ഥാപിച്ചതായും ബസ്സുകളുടെ പാർക്കിംഗ് കടമുറികളുടെ വരാന്തയ്ക്ക് അഭിമുഖമായി പുനഃക്രമീകരിച്ചെന്നും യാത്രക്കാർ യാർഡിൽ നേരിട്ട് പ്രവേശിക്കാതിരിക്കാൻ ഡിവൈഡറുകൾ സ്ഥാപിച്ചെന്നുമായിരുന്നു വിശദീകരണം. ഒറ്റപ്പാലം നഗരസഭാ കൌൺസിലർ സി സജിത്ത് സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ്. ന്യൂസ് ഡെസ്ക് CCV.